ഹലോ സ്റ്റുഡൻസ്, അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സസൈസ് 1.4-ലെ ക്വസ്റ്റ്യൻ നമ്പർ 2 ആണ്. റൈറ്റ് ഡൗൺ ദ ഡെസിമൽ എക്സ്പാൻഷൻ ഓഫ് ദോസ് റാഷണൽ നമ്പേഴ്സ് ഇൻ ക്വസ്റ്റ്യൻ 1 വിച്ച് ഹാവ് ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ. ഈ എക്സസൈസിൽ തന്നെ ക്വസ്റ്റ്യൻ 1-ൽ ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ വന്ന റാഷണൽ നമ്പേഴ്സിൻ്റെ ഡെസിമൽ ഫോം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ടെർമിനേറ്റിംഗ് ഡെസിമൽ ക്വസ്റ്റ്യൻ 1-ലെ ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ വന്ന റാഷണൽ നമ്പേഴ്സിൻ്റെ ഡെസിമൽ ഫോം എഴുതാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ 1-ൽ നോക്കിയാൽ അറിയാം. ഫസ്റ്റ് വൺ, അതുപോലെ തന്നെ സെക്കൻഡ് വൺ, ഫസ്റ്റ്, സെക്കൻഡ്, ഫോർത്ത്, സിക്സ്ത്ത്, പിന്നെ എയ്ത്ത്, ഇത്രയാണ് ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ റാഷണൽ നമ്പേഴ്സിൻ്റെ ഡെസിമൽ ഫോമാണ് നമ്മളിനി എഴുതാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 13/3125, 3125. അപ്പോൾ ഇതിൻ്റെ ഡെസിമൽ ഫോം എങ്ങനെയാണ് എഴുതുക? നമുക്കിതിനെ 13/3125-നെ നമുക്ക് ഫാക്ടറൈസ് ചെയ്യാം. അപ്പോൾ 3125 ഫാക്ടറൈസ് ചെയ്യുമ്പോൾ നമുക്ക് 5 times 6, 2 times 5, 625. Again we can factorize. So 5, 1, 2, 5. 5, 2 times 5 times. Again 5, 5, 1. അപ്പോൾ 3125-നെ നമുക്ക് 5 raised to 5 എന്ന് എഴുതാം. അപ്പോൾ ഇപ്പം നമുക്ക് കിട്ടിയത് 13/5 raised to 5 ആണ്. ഇനി ഇപ്പോഴും നമുക്കിതിൻ്റെ ഡെസിമൽ ഫോം എഴുതുക എന്ന് പറയുന്നത് എളുപ്പമല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമുക്കറിയാം, ഡിനോമിനേറ്ററിൽ 10-ഓ 10-ൻ്റെ പവേഴ്സോ വരികയാണെങ്കിൽ നമുക്ക് ഈസിലി അതിൻ്റെ ഡെസിമൽ ഫോം എഴുതാൻ വേണ്ടി പറ്റും, അല്ലേ? ഡിനോമിനേറ്ററിൽ 10-ഓ അല്ലെങ്കിൽ 10-ൻ്റെ പവേഴ്സ് വരികയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അതിൻ്റെ ഏത് നമ്പറിൻ്റെ ആണെങ്കിലും ഡെസിമൽ ഫോം എഴുതാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് ഇതിനെ ഡിനോമിനേറ്ററിനെ 10-ൻ്റെ പവറിലേക്ക് മാറ്റാം. ഇപ്പോൾ കിടക്കുന്നത് 5 raised to 5 ആണ്. അതിൻ്റെ 10-ൻ്റെ പവറിലേക്ക് മാറ്റുക എന്ന് പറഞ്ഞാൽ 10 ആക്കണം, 10-ൻ്റെ പവർ ആക്കണം. അപ്പോൾ മാറ്റുക എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും 2 raised to 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എന്തുകൊണ്ടാണ് 2 raised to 5 കൊണ്ടെന്ന് പറയുന്നത്? കണ്ടോ, 5 into 2 10 വരിക, പിന്നെ പവറും സെയിം ആക്കണം. അപ്പോൾ 2 raised to 5 കൊണ്ട് നമ്മൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്തു. ഒരു ഭാഗം മാത്രം നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വാല്യൂ മാറും. അതുകൊണ്ട് നമ്മൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും 2 raised to 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. സോ ദിസ് ബിക്കം 13 into 2 raised to 5 എന്ന് പറഞ്ഞാൽ 32 by 5 into 2 10 raised to 5 കിട്ടി. സോ 13 into 32 by 10 raised to 5. അപ്പോൾ 13 into 32 മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ നമുക്ക് 416 കിട്ടും by 10 raised to 5. അപ്പോൾ 5 അല്ലേ? 5 10 raised to 5. ഇനി നമുക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് 10-ൻ്റെ പവറിലായി. ഇനി നമുക്ക് ഈസി ആയിട്ട് ഇതിൻ്റെ ഡെസിമൽ മാറ്റാൻ വേണ്ടി കഴിയും. അപ്പോൾ നമുക്ക് ആൻസർ 0.00416 കിട്ടി, അല്ലേ? 0.00416. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ഇത്രയും ചെയ്തുള്ളൂ. നമ്മൾ ഡിനോമിനേറ്ററിനെ 10-ൻ്റെ പവറിലോട്ട് മാറ്റി. അപ്പോൾ ഇവിടെ മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് 2 raised to 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വന്നു, ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും. അപ്പോൾ നമുക്ക് ഈസി ആയിട്ടിത് മാറ്റാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യനും ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷനാണ്. അപ്പോൾ നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ 17/8 ആണ്. 17/8. അപ്പോൾ വീണ്ടും നമ്മൾ ഡിനോമിനേറ്ററിനെ മാറ്റി ഡിനോമിനേറ്ററിനെ ഫാക്ടറൈസ് ചെയ്യുക. അപ്പോൾ 8-നെ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ നമുക്ക് 2 cube എന്ന് എഴുതാൻ വേണ്ടി പറ്റും. 8-നെ ഫാക്ടറൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക 2 cube ആണ്. വീണ്ടും ഡിനോമിനേറ്റർ നമ്മൾ 10-ൻ്റെ പവറിലോട്ട് മാറ്റണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ മൾട്ടിപ്ലൈഡ് ബൈ, ഇവിടെ 2 ആണ് ഡിനോമിനേറ്റർ, അപ്പോൾ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് 5 cube 8 ആണ്, ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും. അപ്പോൾ 2 cube
17 by 2 cube into 5 cube by 5 cube. So this is equal to 17 into 5 cube എന്ന് പറഞ്ഞാൽ 125 by 2 cube into 5 cube എന്ന് പറഞ്ഞാൽ 10 cube. So this is equal to 17 into 125, that is 2125 by 10 cube എന്ന് പറയുമ്പോൾ 1000. അപ്പോൾ നമുക്കിവിടെ ഡെസിമൽ മാറ്റിയിടാം. അപ്പോൾ 2.125 ആൻസർ ആയിട്ട് കിട്ടും. ഓക്കെ, 2.125. അപ്പോൾ ഈസിയാണ്, ക്വസ്റ്റ്യൻ ഈസിയാണ്, ബുദ്ധിമുട്ടൊന്നുമില്ല, ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 3 നോൺ ടെർമിനേറ്റിംഗ് ആണ്. അപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ടെർമിനേറ്റിങ്ങിൻ്റെ മാത്രം എഴുതാനാണ്. അപ്പോൾ നമുക്ക് 4th ക്വസ്റ്റ്യൻ ഇനി നോക്കാം. 4th ക്വസ്റ്റ്യൻ. ഓക്കെ, 4th ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ 4th ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 4. 15 by 1600. 15 by 1600. So this is equal to 15 by, നമുക്ക് ഇതിനെ ഫാക്ടറൈസ് ചെയ്യാം. 1600നെ ഫാക്ടറൈസ് ചെയ്താൽ നമുക്ക് 2 raised to 4 into 5 raised to 4, 2 raised to 4 into 2 raised to 4 into 10 സ്ക്വയർ എന്നാണ് വരിക നമുക്ക് ശരിക്ക്. 2 raised to 4 into 10 സ്ക്വയർ. അല്ലാന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് ഫാക്ടറൈസ് ചെയ്ത് നോക്കിയാലും മതി. അപ്പോൾ അതാ 1600നെ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ 2 times ആണെങ്കിൽ 800. വീണ്ടും നമ്മൾ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ 400. നമ്മൾ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ 200, 210, 2 times ആവുമ്പോൾ നമുക്ക് 100 കൊണ്ട് ചെയ്യുമ്പോൾ 5 times 50. ഇനി വീണ്ടും ചെയ്യുമ്പോൾ 25. ഇനി 5 കൊണ്ട് നമുക്ക് ചെയ്യാം, ഫാക്ടറൈസ് ചെയ്യാം. അപ്പോൾ 5 times 5 1 times. അപ്പോൾ ഒന്നിരിക്കലും നമുക്ക് 2 raised to 4 into 10 സ്ക്വയർ എന്ന് എഴുതാം. അല്ലാന്നുണ്ടെങ്കിൽ 2 raised to 6 into 5 സ്ക്വയർ എന്നും എഴുതാം. എങ്ങനെയാണ്? 2 raised to 6. ഇപ്പോൾ ഇത് മാറ്റിയിട്ട് നമുക്ക് 2 raised to 6 into 5 സ്ക്വയർ എന്നും എഴുതാം. 5 സ്ക്വയർ എങ്ങനെ എഴുതിയാലും ആൻസർ ശരിയാണ് വരിക. 2 raised to 6 into 5 സ്ക്വയർ എഴുതി. ഇനി നമുക്ക് ഇതിനെ വീണ്ടും 10 ആക്കണം. ബേസ് 10ഓ 10ൻ്റെ പവറോ വരുത്തണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 10ൻ്റെ പവർ ആക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ എന്തൊക്കെ ചെയ്യണം? നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് 10 ആക്കണമെങ്കിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് എന്ത് നമ്പറുകൾ വെച്ചിട്ടാണ്? 5 raised to, കണ്ടോ ഇവിടെ 5 സ്ക്വയറേ ഉള്ളൂ, ഇവിടെ 2 raised to 6 ഉണ്ട്. അപ്പോൾ പവർ സെയിം ആയെങ്കിൽ മാത്രമേ നമുക്ക് ഇത് മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. പവർ സെയിം ആണെങ്കിൽ മാത്രം. നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് a raised to m into b raised to n is equal to a raised to m into b raised to n is equal to ab all raised to m എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ? a raised to m into b raised to m is equal to ab all raised to m എന്ന് പഠിച്ചിട്ടുണ്ട് നമ്മൾ. അപ്പോൾ അതിവിടെ ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് പവർ സെയിം ആയിരിക്കണം. അപ്പോൾ പവർ സെയിം ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 5നെ ഇവിടെ 2 raised to 6 ആണ്, ഇവിടെ 5 സ്ക്വയറേ ഉള്ളൂ. അപ്പോൾ 5 raised to 4 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. എന്തിനാ 5 raised to 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത്? അപ്പോൾ നമുക്ക് ഇവിടെ പവർ സെയിം ആയിട്ട് വരും. So this is equal to 15 by 2 raised to 6 into 5 raised to 6. Here also 5 raised to 6. 5 raised to 4. 5 raised to 4. ഇവിടെ ഡിനോമിനേറ്റർ 5 raised to 6 വന്നു. കാരണം എന്താ? 5 സ്ക്വയർ ഉണ്ടായിരുന്നു, ഇവിടെ 5 raised to 4. അപ്പോൾ 5 raised to 6. So this is equal to 15 into 5 raised to 4 എന്ന് പറഞ്ഞാൽ 625 by 2 raised to 6 into 5 raised to 6 എന്ന് പറഞ്ഞാൽ 10 raised to 6. 10 raised to 6.
സോ ദിസ് ഇസ് ഈക്വൽ ടു 15 ഇൻറ്റു 625 ചെയ്യുമ്പോൾ നമുക്ക് 9375 ബൈ 10 റേസ് ടു 6, അതായത് 2, 3, 4, 5, 6 പ്ലേസസ്. ഇനി നമുക്ക് 6 പ്ലേസസ് നീക്കിയിട്ട് പോയിന്റ് ഇടാം. സോ ആൻസർ ബിക്കം 0.009375. 0.009375. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിക്കാനുള്ളത് 1600 നമ്മൾ ഫാക്ടറൈസ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് 2 റേസ് ടു 6 ഇൻറ്റു 5 സ്ക്വയർ ആണ്. അപ്പോൾ നമുക്ക് ഡിനോമിനേറ്ററിൽ ബേസ് സെയിം ആക്കണം. ഡിനോമിനേറ്ററിൽ ബേസ് സെയിം ആക്കുക മീൻസ് അതിനെ നമുക്ക് 10ൻ്റെ പവറിലോട്ടാക്കണം. ഒന്ന് 2 റേസ് ടു 6ഉം മറ്റത് 5 സ്ക്വയറും ആണ്. അപ്പോൾ നമ്മൾ പവർ സെയിം ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 5 റേസ് ടു 4 കൊണ്ട് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിനെയും മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ 15 ഇൻറ്റു 5 റേസ് ടു 4 ബൈ, ഇപ്പോൾ നോക്കിയ പവർ സെയിം ആണ്. 2ൻ്റെ പവർ 6, 5ൻ്റെ പവറും 6. അപ്പോൾ നമുക്ക് ബേസ് മൾട്ടിപ്ലൈ ചെയ്യാം. നമ്മളിവിടെ ഉപയോഗിക്കുന്ന ലോ എന്ന് പറയുന്നത് എ റേസ് ടു എം ഇൻറ്റു ബി റേസ് ടു എം ആണ്. അപ്പോൾ എ ബി ഓൾ റേസ് ടു എം. സോ 10 റേസ് ടു 6, സോ 9375 ബൈ 10 റേസ് ടു 6 എന്ന് പറഞ്ഞാൽ 0.009375. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 6 ആണ് അടുത്തത് ടെർമിനേറ്റിംഗ് വരുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 6 എന്താണെന്ന് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 6 എന്ന് പറയുന്നത് 23 ബൈ 2 ക്യൂബ് ഇൻറ്റു 5 സ്ക്വയർ ആണ്. 23 ബൈ 2 ക്യൂബ് ഇൻറ്റു 5 സ്ക്വയർ. അപ്പോൾ ഈ ക്വസ്റ്റ്യന് നമുക്ക് 23 ബൈ ഉണ്ടോ, ബേസ് ഒന്ന് 2 ക്യൂബും മറ്റത് 5 സ്ക്വയറുമാണ്. ഇതിൻ്റെ പവർ നോക്കിയേ, ഡിനോമിനേറ്ററിലുള്ള ടേംസിൻ്റെ പവർ നോക്കൂ. ഒന്ന് 3ഉം മറ്റത് 2ഉം ആണ്. പവർ സെയിം ആണെങ്കിൽ മാത്രമേ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പവർ സെയിം ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു 5 കൊണ്ട് മേലെയും ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. എന്തുകൊണ്ടാണ് ഒരു 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത്? അപ്പോൾ 5 ക്യൂബ് വരും, പവർ സെയിം ആവും. പവർ സെയിം ആയി കഴിഞ്ഞാൽ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ 23 ഇൻറ്റു 5 എന്ന് പറഞ്ഞാൽ 115 ബൈ 2 ക്യൂബ് ഇൻറ്റു 5 ക്യൂബ്. ഓക്കെ, ഇപ്പോൾ പവർ സെയിം ആയി, നമുക്ക് ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 115 ബൈ 10 ക്യൂബ് വന്നു. 2 ക്യൂബ് ഇൻറ്റു 5 ക്യൂബ് ഇസ് ഈക്വൽ ടു 10 ക്യൂബ്. സോ 115 ബൈ 1000. സോ ദിസ് ഇസ് ഈക്വൽ ടു 0.115. 0.115. ഓക്കെ, ഇനി 8th ക്വസ്റ്റ്യൻ നോൺ ടെർമിനേറ്റിംഗ് ആണ്. 7th ക്വസ്റ്റ്യൻ നോൺ ടെർമിനേറ്റിംഗ് ആണ്. 8th വൺ ആണ് ഇനി ഉള്ളത്. 8th വൺ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ 8th വൺ എന്ന് പറയുന്നത് 6 ബൈ 15 ആണ്. അപ്പോൾ നേരത്തെ പോലെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചെങ്കിൽ 6 ബൈ 15 നമുക്കറിയാം റാഷണൽ നമ്പറിൻ്റെ ഡെഫിനിഷൻ അനുസരിച്ചിട്ട് എ നമ്പർ വിച്ച് ക്യാൻ ബി റിട്ടൺ ഇൻ ദ ഫോം പി ബൈ ക്യൂ വേർ പി ആൻഡ് ക്യൂ ആർ കോപ്രൈം ഇൻറ്റിജേഴ്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കോപ്രൈം ഇൻറ്റിജേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതിന് കോമൺ ഫാക്ടറായിട്ട് 1 മാത്രമേ വരാൻ പറ്റുള്ളൂ. പക്ഷേ ഇവിടെ 6 ബൈ 15 ആണ് അല്ലേ. അപ്പോൾ നമുക്കിതിനെ ക്യാൻസൽ ചെയ്തിട്ട് നമുക്കതിനെ അതിൻ്റെ ലോവസ്റ്റ് ഫോമിൽ എഴുതാം. അപ്പോൾ ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ ഇത് നമുക്കിവിടെ രണ്ടും 3യുടെ ടേബിളിലുണ്ട്. ഇത് 2 ടൈംസ് 15 ആണെങ്കിൽ 5 ടൈംസ്. സോ 2 ബൈ 5 കണ്ടോ, 2 ബൈ 5 ആയി. ഇനി നമുക്ക് ഡിനോമിനേറ്റർ 10ൻ്റെ ഫോമിൽ എഴുതാം. അപ്പോൾ 10 ആവണമെങ്കിൽ നമ്മൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 4 ബൈ 10 ആയി. 4 ബൈ 10 എന്ന് പറയുന്നത് 0.4. ഇതുപോലെ തന്നെ നമ്മൾ 9th ക്വസ്റ്റ്യനും ടെർമിനേറ്റിംഗ് ആണ്. അതും നമുക്കിതുപോലെ മാറ്റി എഴുതാം. 9th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 35 ബൈ 50 ആണ്. 35 ബൈ 50. 35ഉം 50യും 5ൻ്റെ ടേബിളിലുണ്ട്. അപ്പോൾ നമുക്കത് ക്യാൻസൽ ചെയ്ത് കളയുമ്പോൾ നമുക്ക് 7 ബൈ 10 എന്ന് കിട്ടും.
ഇവിടെ ഓൾറെഡി ഡിനോമിനേറ്റർ 10 തന്നെയാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇത് ഡെസിമൽ ഫോമിലോട്ട് മാറ്റാം. 0.7. അപ്പോൾ ആൻസർ 0.7 ആണെന്ന് കിട്ടി. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഡിനോമിനേറ്റർ നമ്മൾ 10ലേക്ക് മാറ്റുകയാണ്. 10ഓ 10ൻ്റെ പവേഴ്സിലേക്കോ മാറ്റുകയാണ്. അപ്പോൾ നമ്മൾ ഈസി ആയിട്ട് ഡെസിമലിൽ ഇത് എഴുതാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് എക്സസൈസ് 1.4 ക്വസ്റ്റ്യൻ നമ്പർ 2 ആണ്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ 3rd ക്വസ്റ്റ്യൻ, അതായത് ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളിത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.